നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു കേരള കേന്ദ്ര തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. നോക്കുകൂലിയാണ് ഇപ്പോൾ പുതിയ വിവാദ വിഷയം. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിലെ നോക്കുകൂലിയെ വളരെ വലിയ വിഷയമായി പാർലമെന്റിൽ ഉന്നയിച്ചു. എന്നാൽ കേരളം നോക്കുകൂലിയോടെന്നോ വിട പറഞ്ഞു എന്നാണ് കേരളത്തിലെ മന്ത്രിമാർ പറയുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകാം, അത് പർവ്വതീകരിച്ച് കാണിക്കുന്നത് ശരിയായൊരു നടപടിയല്ല എന്ന് കേരളത്തിലെ മന്ത്രിമാർ പറയുന്നു. വി ശിവൻകുട്ടി ഇതിനെതിരെ പ്രതിഷേധവുമായി വരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് നിഷ്കളങ്കമായ ഒരു നീക്കമല്ല കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പറയുന്നു. പി രാജീവും കേന്ദ്രമന്ത്രിയുടെ നിലപാട് തെറ്റാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വ്യവസായ രംഗത്തൊക്കെ ഉള്ള ആളുകൾക്കും അതുപോലെ തൊഴിൽ രംഗത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തൊഴിലാളി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുമെന്നാണ് പൊതുവേദി കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നു. നോക്കുകൂലി വിവാദത്തിൻ്റെ വാസ്തവം എന്താണ്? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ അഭിനയിച്ചു കാണിക്കുകയായിരുന്നു എങ്ങനെയാണ് നോക്കുകൂലി ആളുകൾ വാങ്ങിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതിനുശേഷം അത് വളരെ ശക്തമായ വിയോജിപ്പ് ആ വിഷയത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തുകയും ഒക്കെ ചെയ്തു. പിന്നീടാണ് പി രാജീവും ഇതിൽ പ്രതികരണവുമായി വന്നത്. നോക്കുകൂലി എന്നത് കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്ന നിലപാടാണ് ഇപ്പോൾ അവരൊക്കെ തന്നെ എടുത്തു പറയുന്നത്. ഈ ഘട്ടത്തിൽ എന്നോടൊപ്പം ചേരുന്നത് ബാലകൃഷ്ണൻ വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ. സാർ നമസ്കാരം. നമസ്കാരം. നോക്കുകൂലി ഇപ്പോ ഇല്ല എന്ന് മുഖ്യമന്ത്രി എന്ന് സമ്മതിച്ചില്ലേ? മുമ്പുണ്ടായിരുന്നു എന്നുള്ള അതിന്റെ അർത്ഥം. അല്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ 2018 ഒരു ഉത്തരവിലൂടെ അത് നിരോധിച്ചത്. അങ്ങനെ നിരോധിച്ചിട്ടൊന്നുമില്ല. ഇപ്പോ അടുക്ക ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് സാർ. ആണോ? എവിടെയാണ് നടക്കുന്നത്? എവിടെയും നടക്കുന്നുണ്ട് മാടമ്പിത്തരം. ആണോ? ആ മാടമ്പിത്തരം നോക്കുകൂലി എന്നല്ല അതിന് പറയേണ്ടത്, കമ്മ്യൂണിസ്റ്റ് മാടമ്പിത്തരം എന്നാ. ശ്രീ ഇപ്പൊ അങ്ങ് വിളിക്കുന്നത് വടകരയിൽ നിന്നാണല്ലോ. അവിടെ ഇപ്പോഴും നോക്കുകൂലിയൊക്കെ ഉണ്ടോ? വ്യവസായികൾ അങ്ങനെ പരാതി പറയുന്നുണ്ടോ? വ്യവസായികൾ പല പരാതിയും പറയുന്നുണ്ട്. അവനവന് സാധനം മാർക്കറ്റിൽ മേടിക്കാൻ പോയാൽ എടുത്തിട്ട് വരാൻ പറ്റുന്നില്ലല്ലോ. അവർക്ക് ഞങ്ങൾ കയറ്റിയാൽ ഉദാഹരണത്തിന് ഞാൻ മായുടെ ട്രേ വണ്ടി കയറ്റിയാൽ എന്നോട് അവർ പൈസ മേടിക്കുന്നുണ്ട്. ഞാൻ കയറ്റിയ മാമ്പഴത്തിന് അവർ പൈസ മേടിക്കണം. അത് നോക്കൂലല്ലേ? അത് ശരി. അതായത് അത് CITUവിന്റെ മാടമ്പിത്തരമാണ് സാർ. CITUവിന്റെ മാടമ്പിത്തരമാണെന്ന് പറയുന്നത്. അല്ല, അപ്പൊ മറ്റ് നിങ്ങളുടെ BMSO അങ്ങനെയുള്ള മറ്റുള്ളവരൊന്നും അത്ര ശക്തമായിട്ട് പറയില്ല. അവരൊക്കെ ജീവിത പ്രശ്നം തന്നെ മനസ്സിലാവും. ഇവരൊക്കെ ദാസ്യം തന്നെയാണ്. CITU മാത്രമേ ഈ നടപടി ചെയ്യുന്നുള്ളൂ എന്നാണ്. CITU ഇപ്പൊ ആശാ വർക്കർമാരോട് കാണിക്കുന്നത് തന്നെ കണ്ടാ പോരെ സാർ? മുമ്പ് ഇവരെന്താ ചെയ്തിരുന്നത്? ഇവർ 2014 ആശാ വർക്കർമാർക്ക് 10,000 ആക്കണം എന്ന് ഈ CITU തന്നെ സമരം നടത്തിയിട്ടില്ലേ? അല്ല, പക്ഷേ ആ CITU അത് സമരം നടത്തുമ്പോൾ ദേശവ്യാപകമായി അവർ സമരം നടത്തുന്നുണ്ട്. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അല്ല, ദേശവ്യാപകമായി അവരെന്ത് സമരം നടത്താനത്? അത് പ്രഹസനല്ലാതെ. അത് ശരി. അവരെവിടെയൊന്നും 100 ആളെ കൂട്ടത്തിൽ മുമ്പ് സിനിമാ തിയേറ്റർ വിട്ട് വരും. പണ്ടൊരു കലന്തർ സ്ഥാനാർത്ഥിയുണ്ട് ഞങ്ങൾ വടകര. സിനിമാ തിയേറ്ററിൽ പടം വിടുമ്പോൾ മുമ്പിൽ നിന്നിട്ട് സിദ്ധാവ് അത് വിളിച്ചങ്ങ് പോകും. പിറകിൽ ഇങ്ങനെ ആള് വരും. അതുപോലെ ദേശീയ തലത്തിൽ CITUവിന് എന്ത് വിലയാ സാറുള്ളത്? എന്ത് പ്രസക്തിയാണ്? മുമ്പിലും ഞങ്ങളുടെ സുഭാഷിണി ആയിരുന്നു ഒന്നിനും എന്നൊക്കെ പല നേതാക്കന്മാരും ഇങ്ങനെ പ്രവർത്തിക്കുന്നതാക്കി. എന്താ സാർ ദേശീയ തലത്തിൽ CITUവിന് എന്ത് പ്രസക്തിയാ സാർ ഉള്ളത്? അല്ല, ഞാൻ ചോദിക്കുമ്പോൾ ദേശീയ തലത്തിൽ ഇത് പ്രതിഷേധം നടത്തുന്നതിൽ പിന്നെ ആരാണ് മുന്നിൽ നിന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെയാണ് സാർ. ദേശീയ തലത്തിൽ സിനിമ വിട്ട് കഴിയുമ്പോൾ കലന്തനാജി മുമ്പിൽ നിൽക്കൂ. നമ്മുടെ നേതാവ് ഉക്കം ചെയ്താൽ ഉമ്മണി ആളുണ്ട്. പിറകിൽ ഇങ്ങനെ സിനിമ കഴിഞ്ഞ് വരുന്ന ആളുണ്ടാവും. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി. പിന്നെ കേരളത്തിൽ ഇപ്പോ ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മുടെ ധനകാര്യമന്ത്രിയായി സംസാരിച്ച വെറുതെ ഒന്നല്ല, കേരളത്തിൽ ധാരണ ഉണ്ടാക്കാൻ പോവാ BJP CPM. അതിന് യാതൊരു സംശയമില്ല. അതാ മുഖ്യമന്ത്രി സംസാരിച്ചത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി നാളെ പറയട്ടെ. ഞാൻ ആർജവത്തോട് പറയുന്നത് അത് തന്നെയാ സംസാരിച്ചില്ല. മുഖ്യമന്ത്രി അതിനെ എതിർത്ത് പറയട്ടെ. ശരി, ഓക്കെ. ശിവദാസൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് ബാലരാമപുരത്തുനിന്നാണ്. ശ്രീ ശിവദാസന് ഇങ്ങനെ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ശ്രീ ശിവദാസൻ? സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ എന്റെ ഫീൽഡ് കൺസ്ട്രക്ഷൻ ഫീൽഡ് വർക്കാണ്. മനസ്സങ്ങോട്ട് കേൾക്കണം. 20-30 വർഷം കൊണ്ട് ഞാൻ ബാലരാമപുരത്ത് 25 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ ബാലരാമപുരത്ത് പച്ചക്കറി മാർക്കറ്റ്, എല്ലാ മാർക്കറ്റ്, മറ്റേ പല ഇറക്കാനുള്ള പല കടകളുണ്ട്. അപ്പൊ നമുക്ക് തട്ട് സാധനമോ
കമ്പിയോ സിമെന്റ് വന്നാൽ അവര് പറയും നമ്മൾ ഇത്ര 8 മണിയായി, നമ്മൾ 9:30 വരും, അതുവരെ ഇറക്കരുതെന്ന് പറയും. നമ്മളവിടെ വെയിറ്റ് ചെയ്യും. ഈ 9:30 മണിക്ക് വന്നാൽ വരെ നമ്മൾ പറയാം, അയ്യോ ഇല്ല നമുക്ക് ഇറക്കണോ, നമുക്ക് കൊണ്ട് പോകണോ. തന്നെയാ ഒരു കാര്യം ചെയ്യും, 2000 കൊടുത്തേക്ക് നമ്മൾ ഇന്ന കടയിൽ കൊടുക്കാൻ പറയും. അത് ഇന്ന് വരെയും ഈ നിമിഷം വരെയും ഇന്നലെ വൈകുന്നേരമുള്ള സംഭവം അറിയാൻ പറയുന്നത്. ഇത് മനസ്സിൽ തട്ടിയ രാഷ്ട്രീയം വെച്ച് പറഞ്ഞതല്ല. താന്നിവിളയില് താന്നിവിളയില് ഈ ഇടയ്ക്ക് ഒരു പ്ലാവ് മുറിച്ചിട്ടു. ഇത്തിരി സൈസുള്ള പ്ലാവാണ്. അപ്പൊ അവർക്കൊന്നും ആരോഗ്യങ്ങളില്ല. LASVT BMS ഉണ്ട്, INTC അവിടെ ഇല്ല, INTC ഇല്ല, പാലക്കാട് CH മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവര് പറഞ്ഞു ഈ തടി കയറ്റാണെങ്കിൽ നമുക്ക് 20,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ തടി വാങ്ങിയ ഈ ചന്ദ്രൻ പറഞ്ഞു ഞാൻ വാങ്ങിയത് 12,000 രൂപ. നമ്മൾ 6 പേരും കൂടി വെട്ടി മേളിലെത്തിയപ്പോ തന്നെ നല്ല ശമ്പളമായി. നമ്മൾ കൊണ്ട് മരക്കട കൊണ്ട് കൊടുത്ത 2,000-3,000 കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നത്. നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കയറ്റിക്കോ 5,000 രൂപ കൊടുത്തേക്ക്. ഞാൻ ഇടപെട്ടോ പറഞ്ഞ് പറ്റൂല സുബ്ദാസ, 20,000 തന്നല്ലാതെ കയറ്റൂല, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കും എന്ന് കയറ്റണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയല്ല, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ എന്റെ മധ്യസ്ഥയില് 5,000 രൂപ വാങ്ങിച്ചു കൊടുത്തപ്പോ എന്റെ മനസാക്ഷി അനുവദിക്കത്തെയാണ്. പക്ഷെ ഈ പ്ലാവിനെ കൊണ്ടുവന്ന് മരക്കട കൊണ്ട് കൊടുത്ത അടുത്ത് ആവശ്യക്കാരന് കൊടുക്കാൻ വേണ്ടി അഡ്വാൻസ് മേടിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ നോക്ക് എല്ലാ സ്ഥലത്തുണ്ട്. എല്ലാ സ്ഥലത്തും 100%-ത്തിലും CH പേരാണ് 80%. ബാക്കി 20% 2 പാർട്ടിയിലും ഉണ്ട്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ 8 വർഷം കൊണ്ട് എന്താ പറയാ എന്റെ പൊന്ന് മനസ്സാറേ, നമുക്കൊന്നും പറയാൻ പറ്റൂല. പറഞ്ഞു കഴിഞ്ഞ് നമ്മളെ തൂക്കിയങ്ങ് എടുക്കുകയാണ്. ആ പയ്യന്മാർ തൂക്കി എടുക്കരുത്. ഹിന്ദുക്കാരെ പയ്യന്മാരെ പിടിച്ചങ്ങ് തള്ളയാണ്. ഹിന്ദുക്കാരെ കണ്ടവർക്ക് അലർജിയാണ്. പക്ഷെ ഇത് കണ്ട് സഹിച്ച് പിന്നെ ഇന്ന് നമ്മളെ ഇവിടത്തുള്ള മന്ത്രിമാര് പറഞ്ഞത്, കേന്ദ്രമന്ത്രി പറഞ്ഞതും എല്ലാ കേന്ദ്രമന്ത്രി പറഞ്ഞ കറക്റ്റ് 100% സത്യമായ കാര്യമാണ്. അത് എന്തിന് ഇവര് ഒളിച്ചു വെക്കേണ്ട കാര്യം? ഇത് വീണ്ടും അവര് അനുഭവിച്ച് മനസ്സിലാക്കി ഇവരെ കണ്ട് അതേതാ പാർട്ടിക്കാരെ നേതാക്കന്മാരെ കണ്ട് മനസ്സിലാക്കി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ കിടന്ന് TV കൂടി വന്നു കിടന്ന് കുറ്റം പറഞ്ഞ ഒട്ടും ശരിയല്ല. സാറിന് എത്തിട്ട വിഷയം ഏറ്റവും എനിക്ക് സന്തോഷ വിഷയമാണ്. അത് സാറിനെ സ്വാഗതം ചെയ്യുന്നു, സാറിന് വളരെ ഇഷ്ടപ്പെടുന്നു. അത് പ്രത്യേകിച്ച് നമ്മുടെ പൊതുവേദി ന്യൂസ് അയക്കുന്ന സാധനം ഇപ്പം ജനകീയ കോടതിയായി മാറിക്കഴിഞ്ഞു. ജനങ്ങൾക്ക് പറയാനും വിമർശിക്കാനും ഇങ്ങോട്ട് പറയാനും നമ്മൾ അങ്ങോട്ട് കേൾക്കാനും അത് MLA ആയാലും മന്ത്രിയായാലും മുമ്പറായാലും സാധാരണക്കാരനായാലും ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കേൾക്കുകയാണ്. കേട്ടിട്ട് അത് വെച്ച് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇന്നത്തെ വിഷയം ഇപ്പോഴത്തെ വിഷയം എടുത്ത് പറയാം. ആശാ വർക്കർ നമ്മളെ ആരോഗ്യമന്ത്രി മീണ മേഡം പിടിച്ചിരിക്കുകയാണ്. ഒത്തുതീർക്ക് പിടിച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പൊതുവെ പറഞ്ഞല്ലോ, ആ മേഡം വിചാരിച്ചാൽ മാത്രം മതി ഈ ഒത്തുതീർക്കാം എന്നുള്ളത്. പക്ഷെ ആ മേഡം മനസാക്ഷി കാണിച്ചുകൊണ്ട്, ഒരു അമ്മയെ സഹോദരി എന്ന നിലയിൽ മനസാക്ഷി കാണിച്ചുകൊണ്ട് അവർ ചർച്ച ചെയ്താൽ ഇന്ന് ഈ വിഷയം എടുത്തിരുന്ന് പറയാം. പിന്നെ നമുക്ക് ഇനി അടുത്ത ആളും കൂടി കാത്തു നിൽക്കുന്നുണ്ടാണ്. എല്ലാ വിഷയങ്ങളും നിറയെ അങ്ങനെയായിട്ട് ധാരാളം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പിന്നെ അങ്ങ് ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് അത് കേൾക്കാം എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ആ പ്രദേശത്തുള്ള മറ്റ് CIT പ്രവർത്തകരുണ്ട്, അവരും ഇതിന് അഭിപ്രായം പറയുമല്ലോ. മധു നമ്മുടെ പാലക്കാട് നിന്ന് വിളിക്കുന്നു അല്ലെ? ശ്രീ മധു നമസ്കാരം. ശ്രീ മധു കുറെ ദിവസമായി നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. ഇന്ന് പക്ഷേ ഞാൻ വിളിക്കാറുണ്ട്, ഞാൻ വിളിച്ച് കിട്ടാറില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. ഗ്രഹത്തിലും പോയി സുനിത വില്യംസിന്റെ കൂടെ തിരിച്ചു വരേണ്ടി വരുമെന്ന് കരുതി ഇത്രയും സമയം വിളിച്ചുകൊണ്ടിരുന്ന് കിട്ടാനില്ല. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല സാറേ. ഓക്കെ. അപ്പൊ ശ്രീ മധുവിന് ഇതുപോലെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടോ? ഈ ദുരനുഭവം അങ്ങനെ എന്തായിട്ടെന്ന് വെച്ചാൽ ഇപ്പൊ സാറേ എന്റെ വീട് പണിയൊക്കെ നടക്കുന്ന സമയങ്ങളില് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പരിചയമുള്ള മുഖങ്ങളാണ്. അപ്പൊ നമ്മൾ അവരെ പഴക്കണ്ടെന്ന് കരുതി അങ്ങോട്ട് നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ആവും. അത് ശരി. അപ്പൊ അവര് ചോദിക്കുന്ന പൈസ തൽക്കാലത്തേക്ക് അങ്ങ് എടുത്തു കൊടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയാണോ? അത്രേ ഉള്ളൂ സാറേ. ടിപ്പറിൽ കൊണ്ടുവന്ന് തട്ടുന്ന സാധനത്തിനടക്കം അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തമ്മിൽ അടുത്തിരിക്കുന്നവര് പരിചയമുള്ള മുഖം പണക്കണ്ടാന്ന് കരുതി അങ്ങോട്ട് കൊടുക്കും. അത് ശരി. അത് നമുക്ക് സന്തോഷമായിട്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷെ അതൊരു നോക്കുകൂലി തന്നെയാണ്. കൊടുത്തില്ലെങ്കിൽ അതൊരു വിരോധമാണ്. അത് ശരി. അപ്പൊ അവര് അത് പിന്നെ ഒരു വ്യക്തിബന്ധത്തിന് തടസ്സം വരും അല്ലേ? അതെ, വ്യക്തിബന്ധത്തിന് തടസ്സം വരും. ഒരു എന്താ പറയുക, സാറിന് അറിയാമല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പൊ ഹൈക്കോടതിക്കൊക്കെ അവിടെ ഇരുന്ന് ഓർഡർ ഇടാനല്ലേ കഴിയുള്ളൂ. അവർക്ക് റോഡിൽ വന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ സാറേ. അല്ല അതില്ലേ ശിവൻകുട്ടി കൃഷ്ണൻകുട്ടി രാമൻകുട്ടിയൊക്കെ അവിടെ ഇരുന്ന് പറയും. പക്ഷെ ഇത് അവർക്കും അറിയാം. അവർക്കും ചിലപ്പോൾ ഇതുപോലെ അനുഭവം ഉണ്ടാവും. പിന്നെ അവര് സമ്മതിക്കില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച പോയി കാപ്പി കുടിച്ചിട്ട് വന്നതല്ലേ, നല്ല വെള്ളയപ്പവും KV തോമസ് വെള്ളയപ്പവും പുട്ടും കടലയും ഒക്കെ കൊടുത്തിട്ട് വന്നതല്ലേ. അതിനുള്ളതായിരിക്കും ഇപ്പൊ കൊടുത്തിട്ടുണ്ടാവുക വേണം. ഏതായാലും ഓക്കെ സാറേ. ആളുകൾക്ക് അങ്ങനെ ഇപ്പൊ എല്ലാവരും ഇപ്പോഴും നോക്കുകൂലി ഉണ്ട് എന്ന അഭിപ്രായമാണ് പറയുന്നത്. ജയകുമാർ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ,
എല്ലാവരും ഇതുവരെ വിളിച്ചവരെല്ലാം നോക്കുകൂലി ഉണ്ട് കേരളത്തിൽ, അത് അങ്ങനെ പൂർണ്ണമായി തീർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വലിയൊരു പരിധി വരെ അത് കുറഞ്ഞിട്ടുണ്ടെന്നെങ്കിലും സമ്മതിക്കേണ്ടതല്ലേ ശ്രീ ജയകുമാർ? സാറേ നമസ്കാരം. നമസ്കാരം. ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഈ സീനിയോറിറ്റി ലിസ്റ്റിൽ നമ്മളൊക്കെ പെടുവോ സാറേ? സാറിന്റെ സീനിയോറിറ്റി ലിസ്റ്റിലോ? എന്ത് പറ്റി അങ്ങനെ ചോദിക്കാൻ? ചോദിച്ചത് ഒരു 4-5 സഹാക്കന്മാരെ ലിസ്റ്റ് കണ്ടു. ഞാനൊക്കെ വിളിക്കുമ്പോൾ സാറിന് 10-40 വയസ്സോടും ഇല്ലെന്ന് എനിക്ക് തോന്നണേ, ഞാൻ വിളിക്കുന്ന സമയത്ത്. അത് ശരി. അല്ല ഞാൻ ആദ്യം പൊതുവേദിയിലേക്ക് വിളിക്കുന്ന സീനിയോറിറ്റി ലിസ്റ്റ്. അങ്ങ് ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അത് അറിയാത്തവരായി ആരുമില്ല. അങ്ങ് എല്ലാ ഘട്ടത്തിലും ഇതിൽ പ്രതികരിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ചിലപ്പോൾ എന്നോട് പറഞ്ഞത് യൂട്യൂബിൽ ചിലപ്പോൾ മറ്റാളുകൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടി മാറി നിൽക്കുന്നു എന്നോട്. അതൊക്കെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുണ്ട്. അതിപ്പോ എല്ലാ ദിവസവും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ ആദ്യം വിളിക്കുന്നതെന്ന് വെച്ചാല് മറ്റേ നമ്മളെ പെരുമ്പാവൂർ നിഷാവാദ കേസിലെ അതുമായിട്ട് നിങ്ങൾ നടത്തിയ ചർച്ചയിലാണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. അപ്പൊ ഈ സീനിയോറിറ്റിക്കാർ ആദ്യം വിളിക്കുന്നത് അവർക്ക് ഓർമ്മ കാണുമല്ലോ. ഞാനൊക്കെ വരുമ്പോ ആ ലിസ്റ്റിലുള്ള ആരും കണ്ടില്ലായിരുന്നു. അപ്പോൾ സാറേ അത് വിട്ടേക്കണം. സാറേ നമസ്കാരം. ആദ്യം പറയാൻ പറ്റിയതാണ്. പിന്നെ സാറേ ഈ പറയണത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞെങ്കിൽ അത് ശരിയാണ് സാറേ. അവിടെ ഇരിക്കുന്ന ആൾ ഇവിടത്തെ പറ്റി പറയുന്നത് വളരെ ശരിയാണ്. കാരണം എന്താ വെച്ചാല് ഈ പറയുന്നുണ്ടെങ്കിൽ നോക്കൂലി കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ഒരു പാർട്ടിക്കാരും തന്നെ ഇതിനകത്ത് നോക്കൂലി വാങ്ങാതിരിക്കത്തില്ല. കാരണം ഇപ്പൊ ഞാൻ അടുത്ത ഇടയ്ക്ക് ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ വരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് അവർ വന്നിട്ട് അവർ ഇത്ര റേറ്റ് വേണം അത്ര റേറ്റ് വേണം, അവർ സമയത്ത് വരികയില്ല, നമ്മളെ ഇറക്കാനും സമ്മതിക്കില്ല. അവർക്ക് കൊടുക്കാനുള്ള റേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാം. കൂടാതെ അവർ റേറ്റ് നിശ്ചയിക്കണമെന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അവർ ഹാൻഡ്ലിംഗ് ഒരു വണ്ടിയിൽ നിന്ന് അടുത്ത് താഴെ വെക്കുന്നതിന് 2-3 ഹാൻഡ്ലിംഗ് ആണ് കണക്കൂട്ടി അവർ വാങ്ങുന്നത് ഡെലിക്കേറ്റ് ഐറ്റംസിനാണെങ്കിൽ. അത് മാത്രമല്ല വളരെ ബുദ്ധിമുട്ടാണ്. അവർ ഈ സാധനത്തിന്റെ റേറ്റ് അവർ നോക്കും. അവർക്ക് എത്രയാണ് അവരുടെ റേറ്റുകൾ, എത്രയ്ക്കുള്ള വലിപ്പമുള്ളതാണ്, എന്ത് വിലയുള്ളതാണ്, അതനുസരിച്ച് അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ സാർ. ഇപ്പൊ 5 കിലോ ഒരു സാധനം അല്ലെങ്കിൽ 10 കിലോ ഒരു സാധനം 10 കിലോ ഒരു സാധനം ഉള്ളതിന് 50,000 രൂപയോ 75,000 രൂപ വില വരണമെങ്കിൽ അവർക്ക് ഈ 10 കിലോ സാധനം ഇറക്കുന്നതിന് 100-200 കൊടുത്താൽ പോരാ. അവർ ആ കണക്കിന് വാങ്ങി. വേറെ കുറ്റം പറയല്ലാതെ ഈ 3 പാർട്ടിക്കാരും ഒരേ കണക്കിന് ഏത് പാർട്ടിയാണെങ്കിലും. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ CA2 ആണെങ്കിൽ കുറച്ച് ചെറുപറയുക ഇല്ലെങ്കിൽ ആക്രമിക്കാൻ വരികയോ ചെയ്യുന്ന ഒരു ടെൻഡൻസി ആൾക്കാർ പെട്ടെന്ന് കൊടുക്കും. ബാക്കി 2 പേർക്ക് ശകലം കുറവുണ്ട്. ആരും മോശക്കാരല്ല. ഇത് ഞങ്ങളുടെ ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവം പറയാണ്. ഒരു തരത്തിലും ഒരു ശകലം പോലും കുറവ് ഒരിടത്തും വന്നിട്ടില്ല എന്നാണ് സാറേ തോന്നുന്നത്. എല്ലാവരും അവരവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. അനുഭവത്തിന്റെ സാർ ഇപ്പൊ എവിടെയെങ്കിലും ചെന്ന് ഇറക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കൂലും ഇല്ല. എല്ലാരും പറയണോ, മുഖ്യമന്ത്രി പറയണോ, ഈ തൊഴിൽ മന്ത്രി പറയണമെങ്കിലും നമ്മളവിടെ ചെന്ന് കഷ്ടപ്പെടുന്ന പാട് സാറ് കൊടുക്കാൻ തയ്യാറാണ്. അത് സമയത്ത് ഇറക്കാം കൊടുക്കുന്നത് സാറിന് തോന്നില്ല. അയ്യോ ഇത്രയും കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് പാട്ട് കൊടുത്ത് ഞാൻ ഒരു സാധനം വാങ്ങിയതാണ്, ഇത്രയും അവന്മാർക്ക് എന്തിനു കൊടുക്കണം, ഇറക്കണത് നമ്മളും. ഏതായാലും നമ്മൾ കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ടാണ്. പക്ഷേ ശ്രീ ജയകുമാർ ഒരിക്കലും ഞങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ താഴെയല്ല. നമ്മൾ കൂട്ടായി നടത്തുന്ന ഒരു നീക്കമാണ്. അതിൽ ആദ്യ അംഗങ്ങൾ എന്ന നിലയിൽ തന്നെ ശ്രീ ജയകുമാറിന് ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെ വലിയ സ്ഥാനമാണുള്ളത്. ബിനീഷ് വിളിക്കുന്നത് പട്ടാമ്പിയിൽ നിന്നാണ്. ശ്രീ ബിനീഷ്, ഈ പട്ടാമ്പിയിൽ എങ്ങനെയാണ് സാഹചര്യം? അവിടെ ആളുകളൊക്കെ നോക്കുകൂലി വാങ്ങിക്കുന്നുണ്ടോ, അതോ നമ്മുടെ നല്ലവരായ തൊഴിലാളികളാണോ അവിടെ ഉള്ളത്? അവർ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളമാണോ വാങ്ങിക്കുന്നത്? എന്താണ് ശ്രീ ബിനീഷിന് പറയാനുള്ളത്? സാർ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാര്യത്തിൽ നോർമലായിട്ട് എന്റെ അറിവില് വളരെ ചുരുങ്ങിയത് 1% ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പില്ല. പക്ഷേ എന്റെ 2002 ഞാൻ ഗൾഫിൽ നിന്ന് റിട്ടേൺ വരുമ്പോ ഉണ്ടായ ഒരു അനുഭവം വളരെ ദുരിതമായ ഒരു അനുഭവമാണ്. ഒരു ടെമ്പോയില് ഹൗസ് ഹോൾഡ് സാധനങ്ങൾ കംപ്ലീറ്റ് കാർഗോയിൽ നിന്ന് അവിടെ നിന്നിട്ട് അയച്ചത് വീട്ടിൽ വന്നപ്പോ ആ ബോക്സ് അവർക്ക് ഇറക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും ക്രെയിൻ കൊടുത്തിട്ട് നിങ്ങളെ ഇറക്കിക്കോളും, പൈസ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, നിങ്ങൾ ബോക്സ് എനിക്ക് ആവശ്യമില്ല, മരത്തിന്റെ ബോക്സ് കംപ്ലീറ്റ് പൊളിച്ചിട്ട് അതിന് ഓരോ സാധനങ്ങളായിട്ട് ഇറക്കി തരാം. ആദ്യം പറഞ്ഞ 5,000 റുപ്യ വേണമെന്നേ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓരോ ഭാഗങ്ങളായിട്ട് പൊളിച്ച് അവർ നോക്കിയപ്പോ അവര് 2,000-ന് എഗ്രി ആയി. അങ്ങനെ ഒരു അനുഭവം സ്വയം ഉണ്ടായി. പക്ഷെ എപ്പോഴൊന്നും എന്റെ അറിവിൽ അങ്ങനെ ഇല്ല സാർ. ഇപ്പൊ ഈ അടുത്ത് വല്ലതും ഇറക്കാൻ നോക്കിയോ?
ഇല്ല അങ്ങനെ അടുത്ത് പറഞ്ഞ നമ്മുടെ റിലേഷനിലൊക്കെ പല സ്ഥലത്തും അങ്ങനെ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇപ്പൊ ആളുകൾ കുറെ കൂടെ മെച്ചപ്പെട്ടെന്നാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ സാറ് എന്തിനാ കേരളത്തിന് കേരളം നന്നായിട്ടല്ല പറയുന്നത്, ഭരണം നന്നായിട്ടുമല്ല പറയുന്നത്, എന്തും കേരളത്തിന് കുറ്റം പറയുന്ന ഒരു അത് ശരിയായ ഒരു രീതിയല്ല. കേരളം എന്തോ വലിയ ഒരു കുറ്റവാളികളുടെ നാടാണെന്നുള്ള തരത്തിൽ പറയുന്നത് ശരിയല്ല. അത് നമ്മുടെ ആത്മാഭിമാനത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒന്നാമത് ഈ നിർമ്മല സീതാരാമന് ചോദിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അതിന് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു അതിൽ. ശരി, താങ്കളുടെ അഭിപ്രായം ഏതായാലും വ്യക്തമാണ്. നമ്മൾ അതൊരു വ്യക്തിപരമായ ഒരു അധിക്ഷേപം എടുക്കേണ്ട. നമുക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താം. പക്ഷേ നമ്മൾ എങ്ങനെയാണെന്നുള്ള കാര്യം പ്രേക്ഷകർ തന്നെ പറയട്ടെ. തിലകൻ തൃപ്പൂണിത്തറയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ തിലകൻ കുറച്ച് ദിവസമായിട്ട് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ചോദിക്കുന്നവരായിരുന്നു, നമ്മുടെ തിലകൻ്റെ പാട്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. എന്താ പറ്റിയത്? കുറച്ച് ദിവസം പൊതുവേദിയിലേക്ക് വിളിക്കാത്ത എന്താ? സാറേ നമസ്കാരം. നമസ്കാരം. എനിക്ക് സന്തോഷമായി. നമ്മുടെ പാട്ടിനെ കുറിച്ച് പാട്ടിന് ഭയങ്കര ആരാധകരാണ്. ഇപ്പൊ എന്നേക്കാൾ ആരാധകർ അങ്ങേക്കായോ എന്നുള്ള ഒരു അസൂയയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നമ്മൾ തമ്മിൽ ചിരിക്കാനും സൗഹൃദം. എന്തായാലും ഒരു കാര്യം പറയാം, ഇന്ന് കോട്ടില്ലല്ലോ അല്ലേ? ഇന്ന് ഞാൻ കോട്ട് എടുത്തില്ല. നല്ല ഷർട്ടാ. ശരി, സന്തോഷമായി സാറേ ചായ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു. ചായയൊക്കെ കുടിച്ചു. അതെ. എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം സാറേ. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ ഒരു വലിയ നേതാവിന്റെ കീഴിലാണല്ലോ ഈ തൊഴിലാളി വർഗം നിൽക്കുന്നത്. ലോകത്തെ തൊഴിലാളി വർഗ സംസ്കാരം ഏത് രാജ്യത്തെടുത്ത് നോക്കിയാലും വലിയ ഉന്നതമായ സംസ്കാരം തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഈ നോക്കുകൂലി വിഷയത്തിന് ശക്തമായ എതിർപ്പ് പ്രകടിച്ച് വന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, പിട്ടാപ്പിള്ളി. അയാളുടെ പേരെന്താണ് സാറേ? അത് നമ്മുടെ വീഗാടോ. അതിന്റെ ഒരു ആളുണ്ടായല്ലോ. അപ്പൊ അദ്ദേഹം ആദ്യ സമയത്ത് ഇതിനെതിരെ ശക്തമായി പ്രതിപാദിച്ച. പിന്നെ ഞാൻ പറയും നോക്കുകൂലി വിഷയത്തിൽ ഇപ്പൊ നിർമ്മല മേഡം സംസാരിച്ച വിഷയമാണല്ലോ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് എന്തോ ഒരു തൃപ്തിക്കുറവ്. കൗതുകമായിട്ട് പറയാണ് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. വെള്ളയപ്പത്തിനോടൊപ്പം ചട്നി ഉണ്ടായില്ല എന്നൊരു സംശയമുണ്ടല്ലേ? അതാണ്, വെള്ളയപ്പത്തിന്റെ കൂടെ വെള്ളയപ്പം കരിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. അതിനകത്ത് ഉത്തരവാദി എനിക്ക് തോന്നുന്നത് നമ്മുടെ അദ്ദേഹത്തിനെ മാറ്റിയെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയില് കെ.വി. തോമസിനെ അവിടെ ഇരുന്നേച്ച ആൾക്കാരെയൊക്കെ മാറ്റി മിസ്റ്റർ പിണറായിയും ഈ പറഞ്ഞ പോലെ നിർമ്മല മേഡം ഉണ്ടായിരുന്നുള്ള ആ സംസാരത്തില് എന്തോ ഒരു കുനിട്ട് നിർമ്മല മേഡത്തിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. അതായിരിക്കാം ഇത്. കാരണം വേറൊന്നും കൂടി പറഞ്ഞോട്ടെ, ഇപ്പൊ നമ്മുടെ ഈ തൊഴിലാളി വർഗ നേതാക്കൾ രവീന്ദ്രനും നമ്മുടെ ഇളമരനൊക്കെ തൊഴിലാളി വർഗങ്ങൾ അവിടെ സമരം ചെയ്യുന്ന ഒരാൾക്കാർ നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കുന്നുണ്ടല്ലോ ഇല്ലേ? ആ സെക്രട്ടേറിയറ്റ് ചെയ്യുന്നതും തൊഴിലാളികളാണ്. ആ തൊഴിലാളി വർഗങ്ങളോട് ഇവര് പറഞ്ഞു വിട്ട വാക്ക് ഞാൻ പറയുന്നില്ല പ്രേക്ഷകരെ ഓർത്ത്. എന്തായാലും ഈ ഒരു നോക്കുകൂലി സംസ്കാരം കേരളത്തിൽ പാടില്ല, അതുണ്ടാവരുതും. അത് നിർത്തലാക്കാൻ എല്ലാവരും തയ്യാറാണ്. അതുപോലെ തന്നെ പിണറായി വിജയനോട് ഞാൻ പറയാണ്, ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ പോയെങ്കിൽ അനേക സ്ത്രീകൾ അങ്ങയുടെ മൂട്ടിനാണ് വന്നിരിക്കുന്നത്. അവിടെ ചെന്ന് അവർക്കൊരു കട്ടൻ ചായയൊക്കെ മേടിച്ചു കൊടുക്കാൻ മിസ്റ്റർ പിണറായി വിജയൻ താങ്കളുടെ മനസ്സൊന്ന് ഉണരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. ഏതായാലും അവിടെ ചർച്ചയൊക്കെ പുരോഗമിക്കുന്നു. നമുക്ക് നല്ല ഒരു സന്ദേശം അവിടുന്ന് വരും എന്ന് പ്രതീക്ഷിക്കാം. സെബിൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. സെബിൻ എറണാകുളത്ത് എവിടെ നിന്നാണ് സെബിൻ വിളിക്കുന്നത്? സെബിൻ എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലാരിവട്ടമാണ്. പാലാരിവട്ടത്ത് ഈ സെബിൻ എന്തെങ്കിലും വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ആളാണോ അതോ ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ആളാണോ? ഡിവൈഎഫ്ഐയുടെ ഒരു പഴയ പ്രാദേശിക നേതാവായിരുന്നു. ഇപ്പൊ പ്രവർത്തിക്കുന്നില്ലേ? സംഘടനാ പ്രവർത്തന രംഗത്തില്ലേ? സജീവമായിട്ട് പൊതുപ്രവർത്തനത്തിലുണ്ട്, സംഘടനാ പ്രവർത്തനത്തിലില്ല, സാമൂഹ്യ പ്രവർത്തകനാണ്. ശരി. അപ്പൊ അങ്ങക്ക് എന്താ തോന്നുന്നത്, ഇത് ആളുകൾ പറയുന്നതിൽ കാര്യമുണ്ടോ? ഇപ്പോ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിലവിൽ ഈ ഒരു ദർശനിക്കാനായിട്ട് വന്ന ദർശനത്തിന് വന്നപ്പോഴാണ് ഇത് കാണുന്നത്. പക്ഷെ ഇത് ഈ ഒരു വലിയ വിഷയത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നേരിട്ട അനുഭവമുണ്ട്. ഇത് എറണാകുളത്ത് ഒരു ഫ്ലാറ്റില്, മറൈൻ ഡ്രൈവിന്റെ അടുത്തുള്ള ഒരു ഫ്ലാറ്റില് ബാംഗ്ലൂരിൽ നിന്ന് വീട് മാറി വന്ന ആളുകള് അവരുടെ സാധനങ്ങൾ തിങ്സ് ഇറക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലോക്കൽ പൂളിൽ നിന്നുള്ള ആളുകൾ വന്നപ്പോ അവര് ഇതുപോലെ അനാവശ്യമായ കൂലി ചോദിച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോ എത്ര കാലമായി നടന്നിട്ട്? ഈ അടുത്ത് നടന്നാണോ അതോ വളരെ പണ്ട് നടന്നാണോ? ഇടയിലുണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ അന്ന് ഞാൻ ഇടപെട്ട് അന്ന് അവിടുത്തെ ആ പൂളിന്റെ ഇൻചാർജുള്ള ഒരാളെ വിളിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പൊ
അദ്ദേഹം പറഞ്ഞത് 1 രൂപ കൊടുക്കരുത്, കൂടെ വന്ന ആളുകൾ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവരിറക്കിക്കോട്ടെ, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ACSനെ ഏരിയ സെക്രട്ടറിനെ വിളിക്കാന്നുള്ളതാണ്. അപ്പൊ ഇതാണ് CPM-ന്റെയും CPM-ന്റെ പ്രവർത്തകരുടെയും DYFIയുടെയും ഒക്കെ നിലപാട്. പക്ഷേ പ്രാദേശിക തലത്തിലുള്ള ചില വ്യക്തികൾ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ പാർട്ടിയുടെ ചില ഭാഗത്തുണ്ടാകുന്ന വിഷയത്തിനെ കുറ്റപ്പെടുത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്നാൽ അത് പാർട്ടിയുടെ നേതൃത്വം കണ്ടറിഞ്ഞ് അവരെ തിരുത്തുക എന്നുള്ളത് ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ അങ്ങനെ തിരുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ കേൾക്കുന്നില്ല. അങ്ങനെ പലയിടത്തും ഒറ്റപ്പെട്ട സംഭവം കേൾക്കുന്നില്ല. അവരെ ഈ പ്രാദേശികമായിട്ടുള്ള അവരുടെ നമ്മൾ ഭക്ഷണം ഇളക്കി പറഞ്ഞ തിണ്ണമെടുക്കുന്നൊക്കെ പറയില്ലേ, അപ്പൊ അവരോട് നമ്മൾ ഞാനൊക്കെ എന്റെ നയം എന്നൊക്കെ പറഞ്ഞ് അവരോട് നമ്മൾ ഉണ്ടെന്ന് കാണിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ നിയമപരമായി അവരെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് നിയമമുണ്ടല്ലോ. പിന്നെ പാർട്ടി ഇത് തിരുത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടുബോധ്യപ്പെട്ടതാണ്. ചില സ്ഥലങ്ങളിൽ അവരും ഈ ഞാൻ പറയട്ടെ പലരും പല ഇത് ഏരിയയും അവിടുത്തെ പ്രാദേശിക നേതൃത്വവും ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. പൊതുവായ ഒരിക്കലും പൊതുവായ പാർട്ടിക്ക് അങ്ങനെ തീരുമാനമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. അത് വളരെ അനുഭവത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതികരണമാണ് സെബിൻ നടത്തിയത്. ഏതായാലും അദ്ദേഹം ഇത് കൃത്യമായി പറഞ്ഞു എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗോപകുമാർ നമുക്കൊപ്പം ന്യൂസ് 18-ന്റെ പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. SK പറയുന്നത് നോക്കുകൂലി വിവാദമോ, നിങ്ങൾ ആളെ കളിയാക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് കൊള്ളയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. നോക്കുകൂലി വിവാദം എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഗോപകുമാറിന് നോക്കുകൂലി ഇപ്പോഴും ഉണ്ട് എന്ന നിലപാടാണ് ഉള്ളത്. ഞാൻ കോൺക്രീറ്റ് ബ്രിക്സ് ടിപ്പർ കൊണ്ടുവന്ന് ഇറക്കി, ടിപ്പറിൽ കൊണ്ടുവന്ന് തട്ടുന്നതിന് ആൾ വേണ്ട, പക്ഷേ ഇറക്കിക്കഴിഞ്ഞാൽ നോക്കുകൂലി കൊടുക്കണം എന്ന് ഗോപകുമാർ പറയുന്നു. തോമസ് KC പറയുന്നത് ജയകുമാർ ട്രിവാൻഡ്രം %% കറക്റ്റാണ്. അപ്പോൾ ജയകുമാർ പറഞ്ഞ് തന്നെ ആളുകൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ താൻ പഴയ പ്രേക്ഷകനാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന്. അപ്പോൾ തോമസ് KC അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. സന്തോഷ് വർമ്മ പറയുന്നത് ഞാൻ ഗുജറാത്തിലെ മോർബിയിൽ ഇവിടെ നിന്നാണ് ലോകത്തിലെ പല സ്ഥലത്തും ടൈൽസ് പോകുന്നത്. ഇന്നേ വരെ ഇവിടെ CITU INTUC ലോഡിംഗുകാരെ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് ഇവിടെ ഇൻഡസ്ട്രി നല്ല രീതിയിൽ നടക്കുന്നു. അപ്പോൾ സന്തോഷ് വർമ്മ ഗുജറാത്തിലിരുന്ന് ഈ പൊതുവേദി കാണുകയാണ്. സന്തോഷ് വർമ്മയ്ക്കും ഗുജറാത്തിലെ നമ്മുടെ നല്ലവരായ പൊതുവേദി പ്രേക്ഷകരോടും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. സന്തോഷ് വർമ്മ ഒരു ദിവസം പൊതുവേദിയിലേക്ക് വിളിക്കണം. കാരണം ഈ ഗുജറാത്തിൻ്റെ ഒരു അനുഭവം പലപ്പോഴും വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അറിയണം. അപ്പോൾ മോർബിയിൽ നിന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അവിടെ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ടൈൽസ് പോകുന്നുണ്ട്. അത് ഇന്ന് വരെ അവിടെ ഒരു ട്രേഡ് യൂണിയൻ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. സന്തോഷ് വർമ്മ എനിക്ക് ഹായ് എന്നൊക്കെ ഇടുന്നുണ്ട്. യെസ് സന്തോഷ് വർമ്മ. പിന്നെ സരുൺ ചന്ദ്രൻ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സരുൺ ചന്ദ്രൻ പറയുന്നത് ചുവന്ന പാർട്ടിയാണ് എല്ലാത്തിനും കാരണം എന്നാണ് പറയുന്നത്. ഓക്കെ, ജയകുമാർ പറഞ്ഞ തിലകൻ പാട്ട് പാടാതെ പോയതിൽ ഒരു വിഷമം വീണ്ടും പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ ജയകുമാർ. അദ്ദേഹം പറയുന്ന ഒരു പാട്ട് വേണം, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് നമുക്ക് കേട്ടാൽ നന്നായിരുന്നു എന്നാണ്. ഓക്കെ, ഇത് ഇനിയും പ്രേക്ഷകർ നമുക്കൊപ്പം യൂട്യൂബിലുണ്ട്. എന്നോടൊപ്പം ചേരുന്നത് ശ്രീ വിജയൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിജയൻ. നമസ്തേ സാറേ. നമസ്തേ. ശ്രീ വിജയൻ, ഈ നോക്കുകൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല, സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാനിത് കണ്ടിട്ടുണ്ട് സാറേ. കണ്ടിട്ടുണ്ട്, നോക്കുകൂലി കാണുകയാണ്. ഓക്കെ. അല്ല, അപ്പൊ കണ്ടപ്പോ ഇടപെട്ടോ? മേടിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞു. അപ്പൊ അതിൽ ഇടപെട്ടോ? നിർബന്ധമായിട്ട് വന്ന് മേടിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഇടപെട്ടോ? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇടപെട്ടോ? ഇല്ല. യൂണിയൻകാര് തന്നെ, യൂണിയൻകാരാണ് വന്ന് മേടിക്കുന്നത്. അത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. അതിനകത്ത് സത്യസന്ധതയോടുകൂടി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% സത്യവുമാ. കള്ളുഷാപ്പിൽ ഇന്നുണ്ട്, കള്ളുഷാപ്പിൽ കള്ളുഷാപ്പിലെ ജോലിക്ക് നിൽക്കുന്നവര് അവിടെ ജോലി ചെയ്യും, യൂണിയൻ സ്റ്റാഫുകൾ വന്ന് പൈസ മേടിച്ചു പോകും. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനെയൊന്നും വന്നും കൊണ്ട് ആരും വന്ന് ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല സാറേ. അപ്പൊ ഇതാണ് ശ്രീ വിജയന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഏതായാലും അങ്ങയുടെ അഭിപ്രായം അതാണ്. നമ്മുടെ പ്രേക്ഷകൻ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നിന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, അങ്ങ് ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പോത്തങ്കോടിലേക്ക് അല്ലെങ്കിൽ പൊതുവെ തിരുവനന്തപുരത്തിൻ്റെ ഒരു സാഹചര്യം അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമസ്കാരമുണ്ട്. നമസ്കാരം. ഇന്നത്തെ വിഷയം ഒരു വല്ലാത്ത വിഷയമായി പോയി. വല്ലാത്ത വിഷയമാണോ? പിന്നെ ഈ വിഷയത്തിന് ഇത്രയും കാലം താങ്കളടുത്ത് ഞാൻ വേറെയുള്ള വിഷയത്തിനെ കുറിച്ചൊന്നും അധികം ഒന്നും ചോദിച്ചിട്ടില്ലല്ലേ, പറഞ്ഞിട്ടില്ലല്ലേ.
ഈ വിഷയത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്തറിയണമെങ്കിലും ചോദിച്ചോ. എന്താണ് കാര്യം ഒന്ന് ചോദിക്കല്ലേ? ആരോട് ചോദിക്കണം? എന്നോട് ചോദിച്ചോളാം, എല്ലാം പറഞ്ഞുതരാം. ഇപ്പോഴും ഉണ്ട്, നോക്കൂല, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്, സൗകര്യം പോലെയൊക്കെ വാങ്ങിക്കാറുണ്ട്, ഒരു സംശയവും വേണ്ട. ഇതിന്റെ കള്ളക്കളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രസകരമായ സംഭവങ്ങളാണ്. ഇപ്പൊ 15 പേര് ഒരിടത്ത് ജോലി എടുക്കണമെന്ന് വെച്ചാൽ അതിൽ 14 പേരെ ഉറക്കി കിടത്തിയിട്ട് ഒറ്റയ്ക്ക് പോയി പൈസ മാറ്റിക്കൊണ്ട് വരണമാരുണ്ട്. 15 പേര് ഒരുമിച്ച് ജോലി എടുക്കുന്ന സ്ഥലത്ത് ബൈക്കുള്ളവന്മാര് ഒറ്റയ്ക്ക് ഒരാളിനെ കൂടെ കയറ്റി ബാക്കി കയറ്റിയിട്ട് ഒരു വണ്ടി പോകുന്നതിന് ഫേസ് ചെയ്ത് പോയിട്ട് അവരെവിടെയെങ്കിലും കൊണ്ടുവന്ന് ഈ പൊക്കി തട്ടുന്ന വണ്ടിയായിരിക്കും. അപ്പൊ ടിപ്പർ പൊക്കി തട്ടുമ്പോ പെട്ടെന്ന് ചെന്നിട്ട് പറയും, ഇവരെ കാണുമ്പോ തന്നെ 1000 രൂപയുടെ സാധനമാണ് ഇറക്കുന്നതെങ്കിൽ ഒരു 500 രൂപ വാങ്ങിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ആര് വന്ന് ചോദിച്ചാലും നമ്മൾ പൊക്കി തട്ടിയെന്നങ്ങ് പറഞ്ഞാൽ മതി. രണ്ട് പിന്നെയുള്ള കാര്യം, പിന്നെ ക്രെയിൻ ഉപയോഗിച്ചിറക്കുന്ന സാധനങ്ങള് ഈ യൂണിയൻ എന്ന് പറയുന്ന തൊഴിലാളിയൊക്കെ അതിൽ യാതൊരു റോളും ഇല്ല. പക്ഷേ ഒരു കുത്താവധി കണക്ക് വെച്ച് കൃത്യമായിട്ടും ഓരോ ബോക്സിനായാലും എന്ത് സാധനം ഇറക്കുന്ന അതിന്റെ വലിപ്പം അനുസരിച്ച് ആ സാധനത്തിന് ഒരു റേറ്റ് ഇട്ട് സമ്മതിച്ചല്ലാതെ ക്രെയിൻ അതിൽ തൊടാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ ആ ക്രെയിനിന്റെ കൊളുത്തൊക്കെ പിടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഒന്ന് സപ്പോർട്ടായിട്ട് കയറി നിൽക്കും. വെറുതെ ഒരു കാര്യമല്ല, ഈ ഇടുന്നതൊന്നും അത് കറക്റ്റ് ആയിരിക്കില്ല, അവര് തന്നെ ഇട്ടാലേ അത് ശരിയാവുള്ളൂ. 3 ഇനി പറഞ്ഞുതരാം. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡ് അംഗീകരിച്ച തൊഴിലാളികളുണ്ട്, ബോർഡ് അംഗീകരിക്കാത്ത തൊഴിലാളികൾ 1 കിലോമീറ്റർ പോത്തങ്കോട് 1 കിലോമീറ്റർ അപ്പുറത്ത് ചുറ്റളവിലൊക്കെ ഉണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് കാർഡുള്ള തൊഴിലാളികൾ തന്നെയാണ്. അതിലൊരു സംശയമില്ല. കാര്യം ബോർഡ് അംഗീകരിച്ച ഇതില് വളരെ രസകരമായ ഒരു സംഭവം പറഞ്ഞുതരാം. പോത്തങ്കോട്ടൊക്കെ ഉള്ള നടക്കുന്ന കാര്യം, പിന്നെ 90% ലോഡും ഞങ്ങൾ ഇറക്കാറില്ല യൂണിയൻകാർ. അത് ഏത് എല്ലാ കടകളിലും അവർക്ക് ആളുണ്ട്, അവർക്ക് തൊഴിലാളികളുണ്ട്, അവർക്ക് ഹിന്ദിക്കാരന്മാരുണ്ട്. അവര് ആ ജോലി ചെയ്യും. എന്നിട്ട് ഒരു തുക അങ്ങ് പറയുന്നത് കേട്ടാ 90% ഹിന്ദിക്കാർ പണിയെടുക്കുന്നത് നമ്മളുടെ ആളുകൾ വെറുതെ എന്തിനാ കള്ളം പറയുന്നത്? ഉള്ള സത്യം ധാരാളം. ഇതിന്റെ ബാക്കിൽ നിന്ന് വരുന്ന ഇതിന്റെ ബാക്കിൽ നിന്ന് 1-2 പേര് വരുമെന്ന് എനിക്കറിയാം. അവന്മാരൊക്കെ വന്ന് എന്തെല്ലാം പറഞ്ഞാലും ഞാൻ എന്റെ ഫുൾ അഡ്രസ് പറഞ്ഞിട്ട് ഞാൻ, അല്ലെങ്കിൽ ആ പറയാൻ പോകുന്ന വ്യക്തിയുടെ അടുത്ത് എന്നെ വന്ന് കാണാൻ പറ, ഞാൻ കാണിച്ച് പറഞ്ഞു കൊടുക്കാം. ഞാൻ മതിയാവും ഞാൻ ആരാണെന്ന് എന്താണെന്നുള്ളത്. അതായത് ഇവിടെ തൊഴിലെടുക്കുന്ന 99% ആ കടകളിലും ഗോഡൌണിലും നിൽക്കുന്ന തൊഴിലാളികളാണ്. അവര് കൃത്യമായിട്ടും ബോർഡിലെത്തേക്ക് ഒരു തുക, ആ തുക എന്ന് പറഞ്ഞാൽ ഫുള്ള് എമൗണ്ട് അല്ല എന്നുള്ളതാണ് അവർക്കുള്ള ലാഭം. മനസ്സിലാകുന്ന കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് 5000 രൂപയുടെ സാധനം അവര് ഒരു ലോഡ് സാധനം വന്ന് അവരെ തൊഴിലാളിയെ വെച്ച് ഇറക്കണമെന്ന് വെച്ചോ, 1000 രൂപ കുറച്ച് ബോർഡിൽ അടച്ചാൽ മതി. നമ്മളിവിടെ ഇരുന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, പക്ഷെ അടച്ചേ പറ്റൂ. ഈ ലോഡറൊക്കെ തീരണതിനകത്ത് ഒരാൾ അവിടെ ചെല്ലും ബൈക്കുമായിട്ട് ചെന്ന് അതിന്റെ ബാക്കിയുള്ള മേൽനോട്ടങ്ങളെല്ലാം ചെയ്ത് ഈ 5000 രൂപയുടെ സാധനത്തിന് ഒരു 3000 രൂപ. അതുപോലെ തന്നെ ഇവിടെ ഈ പരിസരങ്ങളിൽ മുഴുവൻ ലോഡിറക്കി തീരുന്നത് വരെ ഒരു സൈറ്റില് പിന്നെ ഒരു 10 ലോഡ് താവൂക്ക് ഇറക്കുമെന്നുണ്ടെങ്കിൽ 9 ലോഡ് ഇറക്കുന്നത് വരെയും അതിന്റെ ചുറ്റുവട്ടത്ത് പരുന്ത് പറക്കുന്നത് പോലെ പറക്കും. 10ാമത്തെ ലോഡ് ഇറക്കണം ചെന്ന് 10 ലോഡിന്റെ പൈസയും കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ വിവരം അറിയും. അതില് കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങയുടെ അനുഭവം. ആയിക്കോട്ടെ, എന്നാലും ഇത് പറയാൻ യോഗ്യം ഞാൻ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാം എന്തുകൊണ്ടാണ് പറഞ്ഞുതരാന്ന് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് എന്റെ ദൈവം ചോദിക്കരുത്, മനസ്സിലായില്ലേ? ദൈവം എന്റെ അടുത്ത് ചോദിക്കരുത്. ഇത് പറയാൻ യോഗ്യം ഞാനാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ് രസം എന്ന് പറഞ്ഞാൽ 15 പേര് പണിയെടുക്കുന്നിടത്ത് പിന്നെ അതിബുദ്ധിയുള്ളവന്മാര് 1-2 പേര് നേരം വിളിക്കുമ്പോ തന്നെ അവര് ഒരു റൗണ്ട് അടിക്കും ബൈക്കെടുത്ത് അവന്റെയൊക്കെ പാക്കറ്റുകൾ അപ്പോഴേ നിറച്ചു വയ്ക്കും. പാവപ്പെട്ട കുറെ എണ്ണം അവിടെ വായു നോക്കി ഡ്രസ്സ് ഇട്ടുകൊണ്ട് യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ കുത്തിയടിച്ചിരിക്കും. അത് പ്രായം ചെന്ന ആൾക്കാരായിരിക്കും. അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരിക്കലും അറിയില്ല. യെസ്, വ്യക്തമാണ്. അപ്പോൾ നമ്മളോടൊപ്പം GK പിള്ള ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ തൊഴിൽ മേഖല ഒരിക്കലും ശരിയാകില്ല എന്ന്. അങ്ങനെ പറയുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. ഏതായാലും കാരണം
തൊഴിലില്ല, പക്ഷേ വിയർപ്പ് പൊടിയാതെ തൊഴിലെടുക്കുന്ന തൊഴിലാളി ധാരാളം. അവർക്ക് സംരക്ഷണം നൽകാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രളയം എന്നാണ് പറയുന്നത്. ജൂലി ഷാജ് പറയുന്നത് നോക്കുകൂലി ഉണ്ട്. 30 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചു എന്നാണ്. കമ്പി ഗേറ്റൊക്കെ ഇറക്കാൻ വന്നവർ നോക്കുകൂലി ചോദിച്ചു എന്നാണ്. 30 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രധാനമായി ചോദിക്കുന്നത് ജൂലി ഈ 2018 ശേഷമാണ്. കാരണം അന്നാണല്ലോ നമ്മൾ നോക്കുകൂലി നിരോധിച്ചത്. ചില സംഭവങ്ങൾ വാർത്തയായിട്ട് വരാറുണ്ട്, ഞാനും കാണുന്നുണ്ട്. ഞാനത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. സെബാസ്റ്റ്യൻ ചെർമേൽ പറയുന്നു താങ്കൾ എൻ്റെ കമൻറ്റ് വായിച്ചില്ല എന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല സെബാസ്റ്റ്യൻ ചെർമേൽ. ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കും. എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. സെബാസ്റ്റ്യൻ ചെർമേൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. എനിക്കിതിൽ കാണുന്നില്ല. അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. പൊതുവേദിക്കൊപ്പം ഇന്നും ചേർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സന്തോഷം. സുനിമോൽ പറയുന്നത് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴും നോക്കുകൂലിയുണ്ട്, അത് നിർത്തലാക്കണം എന്ന് പറയുന്നു. രഘുനന്ദനൻ പറയുന്നു ഈ ചാനലിൽ മെസ്സേജ് എപ്പോഴൊക്കെയാണ് വായിക്കുന്നത്? രാവിലെ മോർണിംഗ് ന്യൂസിൽ വായിക്കുമോ എന്നാണ്. അല്ല, ഞാനിപ്പോൾ ഇത് 4 മണിക്ക് ലൈവായിട്ടാണ് വായിക്കുന്നത്. രഘുനന്ദനൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അദ്ദേഹത്തിന് എന്താണ് ഈ സംശയം വരാൻ കാരണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ലൈവിൽ 5 കിലോമീറ്റർ താഴെയുള്ള 20 കാർട്ടൺ 5 കിലോ ലൈഫ് പറയുന്നു 5 കിലോവിൽ താഴെയുള്ള 20 കാർട്ടൺ ഇറക്കാൻ 650 രൂപ. 10 മിനിറ്റ് കൊണ്ട് ഒരു തൊഴിലാളി വന്ന് കാർട്ടൺ ഇറക്കിപ്പോയി. അതാണ് നമ്മുടെ കണ്ണൂരിൽ ഉള്ളത് എന്നാണ്. 5 കിലോവിൽ താഴെയുള്ള 20 കാർട്ടൺ ഇറക്കാൻ 650 രൂപ കൊടുക്കണമെന്നാണ് ലൈഫ് പറയുന്നത്. ഇതൊക്കെ കുറച്ച് അധികമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് തൊഴിലാളികൾക്ക് നല്ല കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളം കൂടുതൽ തൊഴിലാളികൾക്ക് നല്ല അവസരം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ നല്ല വേതനം കൊടുക്കുന്ന ഒരു സ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് വ്യവസായത്തെ കൂടി സംരക്ഷിച്ചുകൊണ്ടാകണം എന്ന വാദം വളരെ വളരെ കൃത്യമാണ്. മൊയ്തീൻ കുഞ്ഞ് ചേർന്നിട്ടുണ്ടല്ലോ കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, നമസ്കാരം. ശ്രീ മൊയ്തീൻ കുഞ്ഞിന് ഇതേപ്പറ്റി എന്താ പറയാനുള്ളത്? അങ്ങ് നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണല്ലോ. ഇത് കണ്ടിട്ടുണ്ടോ ഈ ഇങ്ങനെ ആളുകൾ നോക്കൂലി ചോദിക്കുന്നൊക്കെ? അനു, നിങ്ങളുടെ ചാനൽ ഇന്നും കട്ടായി കേട്ടോ. 10:30 ആയപ്പോ കട്ടായി. എന്താ പറ്റുന്നതെന്ന് അറിയില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അത് നമ്മുടെ സാങ്കേതിക വിഭാഗമായിട്ടൊന്ന് ഞാൻ ചോദിക്കാം എന്താ കട്ടായത്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതല്ല, ഞാൻ എന്റെ അനുഭവം പറഞ്ഞുതരാം. ഞാൻ മൊസൈക്കിന്റെ കാലം മുതല് മാർബിള്, ടൈല്, ഗ്രാനൈറ്റ് ഈ വർക്കുകൾ കോണ്ടാക്ട് എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാ. ഇപ്പൊ 2 വർഷം കൊണ്ടേ ഉള്ളു ഞാൻ ആ പണി നിർത്തി വെച്ചേ. അപ്പം ഈ സാധനം എന്ന് പറഞ്ഞ കടക്കാര് എനിക്ക് സൈറ്റിൽ ഇറക്കി തരും. മനസ്സിലായി? അവര് ആളിനെ വിട്ട് ഇറക്കി തരും. ഈ ഇറക്കി തീരാറാകുമ്പം ഇവര് വരും, യൂണിയൻകാര് വരും. വന്നിട്ട് അവരുടെ കാശ് വാങ്ങിച്ചോണ്ട് തന്നെ പോകത്തുള്ളു. അവര് ചോദിക്കുന്ന കാശ് നമ്മൾ കൊടുത്തേ ഒക്കത്തുള്ളൂ. ഇത് എവിടെ? റോഡിലല്ല, ഇത് സൈറ്റിലാണ്. അല്ല, അപ്പൊ അങ്ങ് ലേബർ ഉദ്യോഗസ്ഥരും ഒന്നും ഇതിൽ ഇടപെടില്ലേ? അങ്ങ് ഇതിലൊന്നും കാണുന്നില്ലേ? അവർക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. എന്റെ തൊട്ട് കീഴിലുള്ള ആളുകൾ വരെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇത്. ഇപ്പോഴും നോക്കുകൂലി എന്നും പറഞ്ഞ് വാങ്ങുന്നുണ്ട്. അതായത് അരി കൊള്ളാൻ ചെണ്ടയും പണം പറ്റാൻ മാരാനും. അതാണ് അതിന്റെ കറക്റ്റ്. ഇന്നും അത് പ്രവൃത്തിയിൽ വരുന്നുണ്ട്. ഞാൻ ഇത് കൊടുത്തതാണ്. ഞാൻ ഇതുപോലെ തന്നെ BMS-കാരുടെ പേടിച്ച് അരിപ്പാട്ടിട്ട് വർക്കുണ്ടായിട്ട് BMS-കാരെ പറയുന്ന ഞാൻ രാത്രി 12 മണിക്ക് ശേഷമാണ് കൊട്ടിയത്തുനിന്ന് വണ്ടി വിട്ട് 2 മണിക്കാണ് സൈറ്റിലെത്തുന്നത്. അപ്പൊ ഇത് CPM-കാര് മാത്രമല്ല, നിർമ്മലാ സീതാരാമന്റെ പാർട്ടിക്കാർ ഇത് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? കോൺഗ്രസ്, INTS ഉൾപ്പെടെയുണ്ട്. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഒരു പാർട്ടി മാത്രം പറയാൻ പാടില്ല. അപ്പൊ അത് ശരി. അപ്പൊ CITUവിനെ മാത്രം കുറ്റം പറയേണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? അല്ലല്ല, എല്ലാ പാർട്ടിയും ഉണ്ട്. രാത്രി 2 മണിക്ക് ഞാൻ കൊണ്ടുവന്ന് സാധനം ഇറക്കി. പിറ്റേന്ന് നിന്നിട്ട് അവന്മാര് വന്ന് BMS-കാര് പിറ്റേന്ന് അവിടെ വന്ന് കാശ് വേണമെന്നും പറഞ്ഞ്. ശരി, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. ശ്രീ മൊയ്തീൻ കുഞ്ഞ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. ശശിധരൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ. നമസ്കാരം. എന്താണ് ശ്രീ ശശിധരൻ, ഈ വയലാറ് തൊഴിലാളികളുടെയൊക്കെ ഒരു വലിയ നാടാണ്. അവിടെ ഈ ഇതുണ്ടോ, ഈ നോക്കുകൂലി ഉണ്ടോ? അതോ അവരെ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കുന്നത്? ഇവിടെ കുറച്ച് പ്രബുദ്ധരായ ആളുകൾ കൂടുതലാണ്. അത് കാരണം ഇവിടെ അത്ര അങ്ങോട്ട് പോകത്തില്ല. നോക്കുകൂലി അവിടെ അത്ര അനുവദിക്കുന്നില്ല. വെരി ഗുഡ്. കാരണം എന്താ പറഞ്ഞാൽ അത്ര ശക്തികളെന്ന് പറഞ്ഞ അങ്ങനെ ഒരു കൂട്ടർക്ക് വരെ കുത്തകയായിട്ടൊന്നും ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാ മേഖലക്കാരിലർക്ക് വയലാർന്ന് പേര് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ വിപ്ലവമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. അത് ശരി. പിന്നെ ഒരു കാര്യം പറയാം മനു,
ഞാനിപ്പോ ആരാണ് പാട്ട് പാടിയെന്ന് കാത്തിരുന്ന് കാലങ്ങൾ പോകുതടി എന്ന് പറഞ്ഞ പോലെ ഇന്ന് കാത്തിരുന്നു. ഒരുപാട് ഏറ്റി വന്നു. നിങ്ങള് ഞാൻ പറഞ്ഞില്ല കമന്റ്സിനൊക്കെ വേറൊരു മാർഗം നോക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കമന്റ്സ് കൂടുതൽ വായിക്കുന്നതുകൊണ്ട് ഏതായാലും കണക്ഷൻ കിട്ടിയിട്ട് 20 മിനിറ്റ് ആകാൻ പോകുന്നു. 20 മിനിറ്റ് ആയിട്ട് ഇത് നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? കണക്ഷൻ കിട്ടി ഇങ്ങനെ ആളുകളെ പറയും മുമ്പ് കിടക്കുകയല്ലേ ഇഷ്ടം പോലെ. പൊതുവേദി ഇപ്പൊ ബിസി ആയല്ലോ, കാരണം ഇപ്പൊ വരല് പിന്നെ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. അതല്ല ഇപ്പൊ ഈ പൊതുവേദി മറ്റേ ഇന്നത്തെ വിഷയത്തെ പറ്റി പറയുമ്പോ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പരികേട്ട ഒരു സംഘടനയുണ്ട് ഈ നോക്കുകൂലി എന്നുള്ള വിഷയത്തിൽ. അങ്ങനെ അവര് മേടിച്ച നോക്കുകൂലിയുടെ വിഹിതം വരെ മേടിച്ച് കൊഴുത്ത് അവരുടെ വിയർപ്പും ഒന്നും വിഹിതം പറ്റി കഴിഞ്ഞവരാണല്ലോ ഈ വെയിലും മഴയും കൊണ്ട് തിരുവനന്തപുരത്ത് 38 ദിവസമായിട്ട് കിടക്കുന്നവരെ പാട്ട കുലുക്കികളെന്നും പിന്നെ പുഴുക്കളെന്നും എന്നൊക്കെ വിളിച്ചു ഓർക്കുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത കാര്യം. വ്യക്തമാണ്. ഏതായാലും ആ പ്രശ്നം പരിഹരിക്കാം എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ശ്രീമതി ജയ വന്നിട്ടുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ ശശിധരൻ, വളരെ നന്ദി. താങ്കൾ വേറെ ആളുകൾ കാത്തു നിൽക്കൊണ്ടാണ്. ഓക്കെ, ശ്രീമതി ജയക്ക് നോക്കുകൂലി കൊടുക്കേണ്ടി വന്നോ എവിടെയെങ്കിലും? നമസ്കാരം മനു. നമസ്കാരം. ഞാന് അതിലൊരു വ്യക്തിമാണ്. ഞാനല്ല, എന്റെ ഫാദർ ഉമയനല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൊല്ലത്ത് അച്ഛന് ഒരു കമ്പനി നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ കാസ്റ്റ് അയൺ പൈപ്സ് ഒക്കെ വാർക്കുന്ന നമ്മുടെ മാൻഹോൾ കവേഴ്സ് ഇല്ലേ, അതൊക്കെ വാർക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ കമ്പനിയിൽ തന്നെ ഒരു 10-25 ജോലിക്കാരുണ്ട്. അപ്പം അവര് വന്ന് ഈ വലിയ കാസ്റ്റ് അയൺ പൈപ്പുകളാ കൊണ്ടുവരുന്നത് വാർക്കാനായിട്ട്. അത് കൊണ്ടുവരുമ്പം നമ്മുടെ ജോലിക്കാർ തന്നെ ഇങ്ങ് ഇറക്കും, കാരണം നമുക്ക് സമയത്ത് ജോലി ചെയ്യണമല്ലോ. അത് കഴിയുമ്പോ ഇവര് കുറെ പേര്, ഒരു 10-12 പേര് ഇങ്ങ് വരും. വന്ന് എന്റെ അച്ഛനാണ് ഒരു പാവമാണ്, അങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചയും സംസാരവും ഒന്നും ഉള്ള ആളല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്ന് വഴക്ക് കൂടിയിട്ട് അവര് പറയുന്ന പൈസ വാങ്ങിച്ചോണ്ടേ അവര് പോകത്തുള്ളായിരുന്നു. അവസാനം ഞങ്ങൾക്ക് അത് അടയ്ക്കേണ്ടി വന്ന്, നടത്തോണ്ട് പോവാൻ പറ്റിയില്ല. 85-ലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പൂട്ടി അച്ഛന് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. കാരണം അച്ഛൻ അതിനുള്ളൊരു മിടുക്കില്ല. അവര് വരുമ്പോ സംസാരിക്കാനും വേളം വെക്കാനും ഒന്നുള്ളൊരു കഴിവില്ല. നമ്മൾ ഇറക്കുന്ന പൈസ അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതങ്ങ് അടച്ചു പൂട്ടി. പിന്നെ കുറച്ചുനാൾ മൂത്ത ബ്രദർ നോക്കി, പക്ഷെ അദ്ദേഹത്തിനും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അത് നിർമ്മല സീതാരാമൻ പറഞ്ഞത് വെറുതെ ഒന്നും അല്ല, അത് സത്യമാണ്. അതൊക്കെ ഇപ്പം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാനില്ല ഗൾഫിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അനുഭവത്തിന്റെ ഓർമ്മ അങ്ങനെയുണ്ട്, ഒരു സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നു. ഉറപ്പായിട്ടും അത് നടന്നു പോയിരുന്നെങ്കിൽ എത്ര നല്ല രീതിയിൽ പോകാമായിരുന്നെന്ന് അറിയാം. ഒരു 10-12 വർഷമേ അത് നടത്താൻ പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അച്ഛൻ അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. വ്യക്തമാണ്. ഏതായാലും ശ്രീമതി ജയയും അവരുടെ അനുഭവങ്ങളാണ് പറഞ്ഞത്. കുറച്ച് പഴയതാണ്, പുതിയ കാലഘട്ടത്തിൽ സാഹചര്യം മാറിയിട്ടുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. ഓക്കെ, ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവൊക്കെ ഉള്ള ഒരാളായിരിക്കും. ശ്രീ കൃഷ്ണൻകുട്ടി, ഞാന് എറണാകുളം എന്ന് പറയുന്ന സ്ഥലമാണ് യൂണിയന്റെ ഒക്കെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു സ്ഥലം, കേന്ദ്രം. അവിടെ ഞാൻ ഒരു 5-6 കൊല്ലം വർക്ക് ചെയ്തു. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഈ നോക്കുകൂലി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആൾക്കാർ പറയുന്നതല്ലാതെ എനിക്ക് അവിടെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ വിളിച്ച ശ്രീമതി പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ അവരുടെ അനുഭവം 85-ലെയാണ്, 85-ലെയാണ്. ഇപ്പോ കാലം മാറി എന്ന് പറഞ്ഞാല് ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടായിരുന്നു. അതായത് മനുഷ്യശക്തിയും അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് മെക്കാനിക്കൽസ് കാര്യങ്ങളും വരുന്ന സമയത്ത് അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഈ നോക്കുകൂലി എന്നൊരു കൺസെപ്റ്റിലേക്ക് അവർ മാറിയത്. അതിനുശേഷം കാലം മാറിക്കഴിഞ്ഞപ്പോ ഇപ്പൊ സംഭവിച്ചേക്കുന്നത് ഇപ്പൊ അതെല്ലാം സെറ്റിൽഡായി. ഇപ്പൊ തൊഴിലാളികൾക്ക് മനസ്സിലായി, സർക്കാരിന് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി ഇതൊരു ഇനി ഈ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം. നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെ സംബന്ധിച്ചിട്ട്, നമ്മുടെ നാട്ടിലെ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും കാശുള്ളവന്റെ ആവശ്യവും നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ തൊഴിലാളിയുടെ ആവശ്യവും ബേസിക്കലി ഒന്നാ. അതെ, അവര് മക്കളൊക്കെ ഒരേ സ്കൂളിലായിരിക്കും പഠിക്കുന്നത്, ഒരേ അത് തന്നെ. എല്ലാവർക്കും നല്ല സ്കൂളിൽ പിള്ളേരെ വിടണം, അതിലൂടെ ചോറും മീൻകറിയും കഴിക്കണം, പിന്നെ നല്ല ചികിത്സ രക്ഷിതാക്കൾക്ക് രാവിലെ എഴുന്നേറ്റ് അവർ പത്രം വായിക്കണം. അതെ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോ തൊഴിലാളികൾ കൂടുതൽ ചോദിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അതേസമയം നമ്മുടെ പ്രധാനമന്ത്രിയുടെ നാടുണ്ടല്ലോ ഗുജറാത്ത്,
അവിടെ തൊഴിലാളികൾ എത്ര ഗതികേട്ടിലാണ് കഴിയുന്നത്. അവിടെ ഞാൻ വായിച്ചതനുസരിച്ച് ജനസംഖ്യയുടെ 3-1 പട്ടിണിയില്ല അവിടെ. നമ്മുടെ നാട്ടിലെ പ്രശ്നമില്ല. അവിടുത്തെ തൊഴിലാളിയുടെ കൂലി 250 രൂപയുള്ള ഒരു ദിവസം. 150 മതിയോ? കൂടുതലല്ലേ? ഗുജറാത്തിൽ 600 രൂപയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, നമ്മൾ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് റിസർവ് ബാങ്കിന്റെ മറ്റേ റിപ്പോർട്ട് നമ്മൾ ഏറ്റവും ഒടുവിൽ വായിച്ചതനുസരിച്ച് 260 ഉള്ളൂ. അതെയോ? കേരളത്തിൽ 800 ഉണ്ട്. കാരണം ഇവിടുത്തെ മുതലാളിയുടെ ജീവിത നിലവാരവും തൊഴിലാളിയുടെ ജീവിത നിലവാരവും ബേസിക്കലി ഏതാണ്ട് ഒന്നാ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞ കാര്യം നമ്മൾ ഇന്നത്തെ പത്രത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ നോക്കുകൂലിയല്ല, അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ എത്രയാണ് എഴുതി തള്ളിയെന്ന്. 8 ലക്ഷം കോടിയാണ് എഴുതി തള്ളിയത്. ഇന്നത്തെ പത്രത്തിലില്ലേ, വായിച്ചില്ലേ? അല്ല, അത് വ്യവസായ അതെ അതെ, അതൊന്നും നിർമ്മലാ സീതാരാമന് പ്രശ്നമല്ല. സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗം ഇച്ചിരി 10-100 രൂപ മേടിക്കുന്നതാണ് അവർക്ക് വലിയ വിഷയം. പക്ഷെ അത് എഴുതിത്തള്ളെന്ന് പറഞ്ഞാൽ എഴുതിത്തള്ളത് കൊണ്ട് നിയമ നടപടികളിൽ നിന്ന് അവർ മാറിപ്പോവില്ല. അതൊക്കെ ശരിയാ. അവസാനം ഈ കോർപ്പറേറ്റുകളും വലിയ വലിയ ആൾക്കാരും ഒക്കെ കാശുണ്ടാക്കുകയല്ലേ ചെയ്യുന്ന അവസാനം. അല്ല, അത് അവരിപ്പോ ലോൺ എടുത്താൽ, കോർപ്പറേറ്റ് അല്ല ആരായാലും ലോൺ എടുത്താൽ അത് തള്ളാൻ പറ്റില്ല. അതിന് ആ ബാങ്കിന് അതിന് NBS ആയി പ്രഖ്യാപിച്ച് നോൺ പെർഫോമിംഗ് അസറ്റായി പ്രഖ്യാപിച്ച് അത് സർക്കാർ സഹായം കൊടുത്ത് അത് മുന്നോട്ട് പോകും. പക്ഷേ നിയമ നടപടികൾ നേരിടേണ്ടി വരും. അവരുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്യേണ്ടി വരും. അത് സമയം എടുത്താൽ. എന്നൊക്കെ ചെയ്തൊന്നും അറിഞ്ഞു. ഫൈനൽ ബെനിഫിഷ്യറി ആരാ? ആൾക്കാർ തന്നെയല്ലേ അവര്. പക്ഷെ അവര് ബെനിഫിഷ്യറി ആയിട്ട് അധികാലം നിൽക്കാൻ പറ്റില്ല, ജയിലിലേക്ക് കൊണ്ടുവരും. പിന്നെ ചിലര് രാജ്യം വിട്ടു പോയിട്ടുണ്ട്. ആ രാജ്യം വിട്ടുപോയവര് അവര് അവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരണം. കേസൊക്കെ ഇങ്ങനെ നടക്കും. കാലത്ര പണ്ട് പോയിട്ട് അവർ സുഖമായിട്ട് അവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കില്ലേ ലക്ഷറീയസായിട്ട്. പക്ഷെ വിജയ് മല്ലയ്യ പറഞ്ഞത് അയാളുടെ ഇവിടെയുള്ള സ്വത്തുക്കളെല്ലാം ജപ്തി ചെയ്തു. അപ്പൊ അയാളിപ്പോ കോടതിയിൽ അവിടെ പറയുന്നത് താൻ കൊടുക്കാനുള്ളതിന്റെ ഇരട്ടി ജപ്തി ചെയ്തു. പക്ഷെ ഇത് പലിശയും കൂട്ടുപലിശയും ഒക്കെ ആയിട്ട് തന്റെ മേൽ മേടിച്ച ഭാരം കൊണ്ടുവരാന്നും പറഞ്ഞ് അവിടെ പോയിട്ടുണ്ട് കോടതിയിൽ. അപ്പൊ അതിന്റെ വിധി വരട്ടെ. വക്കീലിന്റെ നാവിന്റെ വില അനുസരിച്ച് അവർ ജയിക്കും. അതെ, ഓക്കെ. ഏതായാലും നോക്കാം. നമുക്ക് ഏതായാലും കൊള്ളയടിച്ച രാജ്യത്തിന്റെ പണം കൊണ്ടുപോകുന്നവരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ നാടിനെ അപമാനിക്കാൻ വേണ്ടി, നമ്മുടെ നാടിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ് ഈ ലോക്സഭയിൽ. അത് ഇന്നലെ അവിടെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുമില്ല. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെന്തിനാണ് അവരങ്ങനെ പറയാൻ നിർബന്ധിതരായത്? നമ്മളെ അപമാനിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വേറെയും പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ സെബാസ്റ്റ്യൻ ചെർമേൽ പറയുന്നത് എല്ലാ യൂണിയനും കമ്മ്യൂണിസ്റ്റുകാർ ലോകത്ത് മുഴുവനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മുകളിൽ അനാവശ്യമായി ചില കുറ്റങ്ങൾ ഇങ്ങനെ കെട്ടിവെക്കുന്നു എന്നാണ്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു. കമ്പ്യൂട്ടർ വിരുദ്ധ സമരം, അതിൽ INDC ഉണ്ടായിരുന്നു. അത് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. BMS ഓൾ ഇന്ത്യ ബന്ദ് നടത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ വിരുദ്ധർ ആയി ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒടുവിൽ വരുന്നത് CITUവിൻ്റെ തലയിലേക്ക് മാത്രമായി വരുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെബാസ്റ്റ്യൻ ചെർമേലിൻ്റെ കമൻറ്റ് ഞാൻ വായിച്ചില്ല എന്ന് സെബാസ്റ്റ്യൻ ചെർമേൽ പരാതി പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വീണ്ടും വായിക്കുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ ചെർമേൽ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് വേണ്ടപ്പെട്ടയാളാണ് എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഞാനിത് വായിച്ചത്. ഓക്കെ, അപ്പോൾ ഷാൻ മാലി പറയുന്നു നോക്കുകൂലി കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നു. ഷിബു കൃഷ് പറയുന്നു സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഷിബു, ഈ സൗദിയിൽ നിന്ന് നമ്മുടെ പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഷിബുവിന് അറിയാലോ, നമ്മുടെ പൊതുവേദി എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മുടെ പ്രവാസികൾ ഞങ്ങളുടെ ഒരു വലിയ പ്രേക്ഷകരാണ്. അവർ ഞങ്ങളുമായി അത്രയും വലിയ സൗഹൃദം പങ്കിടുന്നവരാണ്. അതുകൊണ്ട് ഷിബു, നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഷിബുവിൻ്റെ കമൻറ്റുകൾ. ഷിബുവും പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. നോക്കുകൂലി ആവശ്യപ്പെടുന്നവർ പരിശീലനത്തിനായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയക്കണം എന്നാണ് ഷിബു പറയുന്നത്. അതുകൊള്ളാം. കുറച്ച് ദിവസം അവിടെ പോയി നിന്ന് വന്നാൽ നോക്കുകൂലിയൊക്കെ വേണ്ട, എങ്ങനെയെങ്കിലും കൂലി കിട്ടിയാൽ മതി എന്ന നിലപാടിലേക്കാകും എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമേ അവർക്ക് കഠിനാധ്വാനത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ എന്നാണ്. ഷിബുവിൻ്റെ ആ വാക്കുകൾ വളരെ വളരെ കൃത്യമാണ്. കാരണം നമ്മുടെ പ്രവാസികൾക്ക് കഠിനാധ്വാനത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും അധികം അർഹതയുള്ള ഒരു ജനവിഭാഗമാണ്. അവരുടെ നാട് വിട്ട്, അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ വിട്ട് അവരിങ്ങനെ പ്രവാസ ലോകത്ത് ചെല്ലുകയും അവിടെ കഠിനാധ്വാനം ചെയ്യുകയും ആ സമ്പാദ്യം മുഴുവൻ ഈ നാട്ടിലേക്ക് അയക്കുകയും ചെയ്യുമ്പോൾ
അത് ഈ നാടിന് നൽകുന്ന സാമ്പത്തിക അടിത്തറ വളരെ വലുതാണ്. അപ്പോൾ ആ കഠിനാധ്വാനത്തെ എല്ലാ കാലത്തും നമ്മൾ കേരളീയർ അംഗീകരിച്ചിട്ടുണ്ട്. പൊതുവേദിയും അത് വളരെയധികം പ്രശംസനീയം എന്ന അർത്ഥത്തിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഷിബു കൃഷ്ണൻ അവിടെ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും ഒപ്പം പൊതുവേദി അവരുടെ ആ അധ്വാനത്തെ ആദരിക്കുന്നു. ജോസഫ് പറയുന്നു മനു എല്ലാവരോടും ടൈം ലിമിറ്റ് ചില ആളുകളോട് കാണിക്കുന്നില്ല എന്നാണ്. ആ ജോസഫിന് ആ പരാതിയുണ്ട്. ഞാൻ ചില ആളുകളെ അമിതമായി സംസാരിക്കാൻ അനുവദിക്കുന്നു. അത് ചില ആളുകൾ ശ്രീ ജോസഫ് അവരിപ്പോൾ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അതിപ്പോൾ കുറേ കൂടി ഒരു ഇതായിരിക്കും. ചിലരൊരു അഭിപ്രായം പറയും. അനുഭവം പറയുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ സമയം കൊടുക്കും. ചില ആളുകൾ ഇപ്പോൾ നമ്മുടെ മറ്റു ചില ആളുകൾ ഉന്നയിച്ച ആർഗ്യുമെൻറ്റുകളെല്ലാം ഒരാളായിരിക്കും ചിലപ്പോൾ കൗണ്ടർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലും കുറച്ച് ടൈം ലിമിറ്റ് കൂടുതൽ കൊടുക്കാറുണ്ട്. ചില സമയത്ത് അത് പലതരം പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ വരുന്നു. ഏതായാലും ജോസഫ് കെ എം നമ്മളോടൊപ്പം എല്ലാ ദിവസവും ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ ആശംസകൾ നേരുന്നു. രാംദാസ് തെക്കേക്കൂട്ട് പറയുന്നു ഇതെല്ലാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് സാറേ എന്ന് പറയുന്നു. ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല, ഇത് ശരിയല്ല. 2 മാസം മുമ്പ് യൂണിയൻകാർ 2000 രൂപ ചോദിച്ചത് ലേബർ ഉദ്യോഗസ്ഥർ ഇടപെട്ടപ്പോൾ 6000 രൂപയ്ക്ക് ഇറക്കിയെന്നാണ്. ഓഹോ, അത് കൃഷ്ണദാസ് പറയുന്നു 2 മാസം മുമ്പ് 2000 ചോദിച്ചു, ലേബർ ഉദ്യോഗസ്ഥർ ഇടപെട്ടപ്പോൾ അത് 6000 രൂപയായി എന്നാണ് പറയുന്നത്. വീട്ടുകാരിൽ ഒരാൾ ലേബർ വകുപ്പിൽ ജോലി ഉണ്ടായിട്ടാണ് ഈ സ്ഥിതി എന്നാണ് കൃഷ്ണദാസ് പറയുന്നത്. ഓക്കെ, ഗ്ലാഡിയേറ്റർ പറയുന്നത് കേരളത്തിൽ പണ്ടേ പൊതുവിട വിസർജന വിമുക്തമാണ്. ലോഡ് ഇറക്കുന്ന യൂണിയൻകാർ കണ്ടാൽ അതിനും കൂലി ചോദിക്കും എന്നതാണ്. അപ്പോൾ അത് വളരെ തമാശയാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായി പറയുന്നു. ഷാജി ഭാസ്കരൻ എന്നോടൊപ്പം ചേർന്നുണ്ട്. നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം കൃഷ്ണൻകുട്ടി പറയുന്നത് ശരിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഷാജി എന്നൊരു പ്രേക്ഷകൻ നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ കൃത്യമായി ഇവിടെ പറയുകയാണ്. യൂട്യൂബ്